ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. അപ്പോൾ ഈ വീക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനാമ സൂക്കിലോട്ടാട്ടോ. മനാമ സൂക്കിൽ പോയിട്ട് ഫുഡ് അടിയൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ മനാമ സൂക്കിലേക്ക് എത്തിത്തുടങ്ങി കേട്ടോ. വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത ശേഷം ഞങ്ങളിതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ അവിടുത്തെ പോസ്റ്റ് ഓഫീസ്. ഇത് ഞാൻ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്തില്ല. കുറച്ചങ്ങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ബോധോദയം വന്നത്, ഒന്ന് കാണിക്കാന്നുള്ളത്. പിന്നെ ദേ കനിമോളിതാ സൈചേട്ടനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവരെ ഒന്ന് സൂക്കൊക്കെ ഒന്ന് കാണിച്ച ശേഷം നമുക്ക് ഫുഡൊക്കെ കഴിച്ച് വരാമെന്നുള്ള പ്ലാനിലാണ് പോയിരുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ സൂക്കിൻ്റെ ഉൾഭാഗം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിറയെ ലൈറ്റ്സും നിറയെ ആൾക്കാരും നിറയെ ഷോപ്സും ഉള്ളൊരു ഭാഗമാണ് ഈ സൂക്ക് എന്ന് പറയുന്നത് കേട്ടോ. ദേ കണ്ടില്ലേ, ലൈറ്റ്സ് ഇങ്ങനെ ഫുള്ള് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ദേ കടകളിങ്ങനെ ചുമ്മാ നോക്കി നടക്കലായിരുന്നു എൻ്റെ അമ്മയുടെയും ഒക്കെ പണി കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഷോപ്പിൻ്റെ അവിടെ ഞാൻ കുറച്ച് നേരം സ്റ്റക്കായിരുന്നു. വേറൊന്നുമല്ല, ദേ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ്. ഹോം ഡെക്കറായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല റേറ്റാണേ. എന്നാലും നമുക്ക് കണ്ടു വെക്കാമല്ലോ, അതിനാരുടെയും ചിലവൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ദേ കുറച്ച് നേരം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കി നിന്നു. ദേ പിന്നെ മിറർ വന്നാൽ ഞാൻ മിറർ വിടാറില്ല. അങ്ങനെ ഐറ്റംസൊക്കെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. രണ്ട് സൈഡിലും നിറയെ ഷോപ്സാണ്. പിന്നെ അതേ ലൈറ്റ്സിൻ്റെ ഒരു മേളാണ് കേട്ടോ. നന്നായി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെ ഷൂട്ട് ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ ദേ കുറേ ഗോൾഡിൻ്റെയൊക്കെയാണ് കൂടുതലും ഷോപ്സൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ സ്റ്റോൺസ്, അതുപോലെ ഹോം ഡെക്കറായിട്ടുള്ളത്, ലൈറ്റ്സ്, ഇങ്ങനത്തെയൊക്കെ ഷോപ്സാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കണ്ടുവരുന്നത്. ഇതൊക്കെ ഹോം ഡെക്കർ ഞാനിങ്ങനെ പോയി നോക്കി വരുന്നു എന്നല്ലാണ്ട് ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന മാഗ്നറ്റ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ ലൈറ്റ്സിൻ്റെ അവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നല്ലോണം ആൾക്കാരാണ്. വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വലിയ ഭംഗിയിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇതേ തപ്പി ഞങ്ങൾ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിലെത്തി കേട്ടോ. അന്നത്തെ ഡിന്നർ പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ. അതേ കനിമോൾ എത്തിയ ഉടനെ ഒരു പേപ്പറും ചുരുട്ടിക്കൂട്ടി അവിടെ കളി തുടങ്ങിയിരുന്നു കേട്ടോ. പിന്നെ അടുത്ത പരിപാടി നമ്മൾ മെനു പ്ലാൻ ചെയ്യലാണല്ലോ, എന്ത് വേണമെന്നല്ലോ. ഞങ്ങളങ്ങനെ വെയിറ്ററൊക്കെ നോക്കിയിരുന്നു. ഞാനും കനിമോളും കുറച്ച് നേരം അങ്ങോട്ടൊക്കെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു. ആദ്യം ഞങ്ങൾക്ക് സാലഡ് കൊണ്ടുവച്ചു. പിന്നെ അതിന് ശേഷം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ കോൺ സൂപ്പാണ് കേട്ടോ എത്തിയത്. അത് ഞങ്ങൾ തുടങ്ങി സ്റ്റാർട്ടറായിട്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കായിരിക്കും, അടിപൊളി ഫുഡുമാണ് കേട്ടോ. പിന്നെ അത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കാൻ തുടങ്ങി. കനിമോൾ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ കഴിക്കുന്നത് വളരെ റയറായിട്ടാണ് കേട്ടോ. കൂടുതൽ വാരി കൊടുത്താൽ മാത്രം കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടോ കടയിലെത്തി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്നത് കണ്ട് ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാട്ടോ. അതിനുശേഷം പൊറാട്ടയും 3 ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ. അത് കഴിഞ്ഞ് ഞാനും അച്ഛനും അമ്മയും ഓർഡർ ചെയ്ത് മിൽക്ക് സർബത്തും സൈഷയുടെ നന്നാരി സർബത്തുമാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അതും വാങ്ങി ഞങ്ങൾ വണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ മിൽക്ക് സർബത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ നന്നാരിയിൽ കുറച്ച് മധുരം കൂടിയാണ്. സൈഷന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കുടിക്കാൻ കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ അതൊക്കെ ആയിട്ട് വണ്ടിയിലോട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ഡ്രൈവ് പോകാമെന്നുള്ളതായിരുന്നു. ഇവരവിടെ കൊണ്ടുവന്ന ശേഷം ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു നൈറ്റ് ഡ്രൈവ് കൊണ്ടുപോകുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ പോണ വഴിയിൽ ഇതാണ് ഇവിടുത്തെ ക്ലോക്ക് ടവർ കേട്ടോ. എന്തൊരു ഭംഗിയാലേ ലൈറ്റ്സൊക്കെ ആയിട്ട് കാണാൻ. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ അലുമിനിയം ഫാക്ടറി കേട്ടോ. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നിറയെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ റോട്ടിലൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കൊക്കെ അറിയുന്നതായിരിക്കും. നൈറ്റ് ഡ്രൈവ് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളതും ഇതുതന്നെയാണ് കേട്ടോ. ഇവിടേക്കാണ് നമുക്ക് കൂടുതലായിട്ടും കുറച്ച് ദൂരം പോകാൻ പറ്റുന്നത്. അപ്പോൾ ദുരത്ത് എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. ഇങ്ങനെ ലൈറ്റ്സൊക്കെ നോക്കി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നല്ല രസമാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും നന്നായി എൻജോയ് ചെയ്തിരുന്നു. കാരണം ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം സമയം 11 മണി 11:30 ടൈമൊക്കെ ആയിരുന്നു. തിരിച്ച് ഞങ്ങൾ കയറുമ്പോൾ തന്നെ 12:30-12:45 കേട്ടോ. അങ്ങനെ ഞങ്ങൾ എൻ്റെ വരെ പോയി അവിടുന്ന് തിരിച്ചു പോയിരുന്ന രംഗമാണ് കേട്ടോ. അപ്പോഴേക്കും കനിമോൾ ഉറങ്ങിപ്പോയിരുന്നേ. ഭക്ഷണമൊക്കെ കഴിച്ച് പൊതുവേ ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് പോവുക കാണുമ്പോൾ കനിമോൾ വണ്ടി കിടന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെ കനിമോൾ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.